ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർപോർട്ടിൽ നിന്ന് ഷിയാസ് കരീം വരുന്നത് നോക്കി ഒരു കൂട്ടം മീഡിയയാണ് ചുറ്റിലും ഫോണും ക്യാമറയും ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. ഷിയാസ് കരീമിന് നടക്കാൻ പോലും കഴിയാതെ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, പ്ലാച്ചിയെ എന്തിന് പുറത്തേക്ക് ഇട്ടു? ഈ ഒരു ചോദ്യം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണോ ശരിക്കും? അനാവശ്യമായിട്ട് അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി എന്തൊരു പാവേനെ കൈപിടിച്ച് നടക്കുന്നതിൻ്റെ ഒരു കാര്യം ഷിയാസ് കരീം പ്രേക്ഷകർക്ക് വേണ്ടി അതെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അനുമോൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തത്. ഒരു ഫ്രണ്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഷിയാസ് കരീം അവിടെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പേരിൽ ഷിയാസ് കരീമിനെ വട്ടമിട്ട് ശ്വാസം കിട്ടുന്നില്ല ആൾക്ക്. ആൾ പറയുന്നുണ്ട്, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. വളരെ മോശം, വളരെ മോശം എന്ന് വെച്ചാൽ വളരെ വളരെ മോശം. മീഡിയക്കാർക്ക് ഇങ്ങനെയധികം അതമ്പതിച്ച് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നിന്ന് ഒരു വ്യക്തിനെ എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന പോലെയുണ്ട് ശരിക്കും ഇത് കാണുമ്പോൾ. ശരിക്കും എയർപോർട്ടിൽ നിന്ന് തടഞ്ഞു നിർത്തി ഒരു വ്യക്തിയെ ശരിക്കും ചോദ്യം ചെയ്യുന്നത് കണ്ട് എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്ത പോലെയുണ്ട്. ഈ ചോദിക്കുന്നവരെ ഇതുപോലെ തന്നെ ആരെങ്കിലും തടഞ്ഞു നിർത്തി ഇതുപോലെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അയാളും ഒരു മനുഷ്യനല്ലേ. ഷിയാസ് കരീം അവിടുത്തെ പാവേനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അദ്ദേഹം മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അനുമോളുടെ ഗെയിമിൽ ശരിക്കും അനാവശ്യമായിട്ടുള്ള ഒരു പാവയെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അനുമോൾ അത് ഗെയിമിന്റെ സ്ട്രാറ്റജിയായി വെറുതെ ചുമ്മാ കൊണ്ടു നടന്ന് സ്വന്തം വില കളയുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അനുമോൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ ഫെയിം ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോൾ. പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ഉരുപ്പിടിയും കൂടെ ഒരു ചാപ്ലി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി വെറുതെ ഒരു ആവശ്യമില്ലാതെയാണ് അനുമോൾ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത്. ഷിയാസ് കരീം വളരെ നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. അവിടെ ചെന്ന് അതെടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് കളഞ്ഞ് വളരെ നല്ല കാര്യം തന്നെയാണ്. പ്രേക്ഷകരിൽ ഒരു ഭൂരിഭാഗം വരുന്ന ആളുകളും അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പുറത്തേക്ക് കടന്ന് ഒന്ന് നടന്നു വരുമ്പോഴേക്കും അതിനെ ബ്ലോക്ക് ചെയ്ത് എല്ലാവരും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കും, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്നൊക്കെ. എന്തിനാണ് ഇത്രയധികം അതമ്പതിച്ചു പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ മീഡിയക്കാരുടെ അടുത്തിട്ടോ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാൻ മതിയായിരിക്കും നമ്മുടെ ഈ ചാനൽ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യും.